രാഷ്ട്രീയത്തെയും പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെയും ഒരേ സമയം ഉലയ്ക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ അമേരിക്ക നേരിട്ടിറങ്ങുന്നതിന് പകരം തങ്ങളുടെ സഖ്യകക്ഷിയായ UAE മുൻനിർത്തി ഒരു നിഴൽ യുദ്ധത്തിന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് മാധ്യമമായ ദി ഡെയിലി ടെലിഗ്രാഫ് പുറത്തുവിട്ട ഈ ബോംബ് ഷെൽ റിപ്പോർട്ട് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സ്ട്രാറ്റജിക് പരമായി അതീവ പ്രാധാന്യമുള്ള ഇറാന്റെ ലാവൻ ദ്വീപ് നേരിട്ടുള്ള സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കാൻ അമേരിക്ക UAEക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന ഉള്ളടക്കം. പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്നതും ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക ഹബ്ബുകളിലൊന്നുമായ ഈ ദ്വീപ് ലക്ഷ്യമിട്ടുള്ള നീക്കം മിഡിൽ ഈസ്റ്റിനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെടുന്നു. വാഷിംഗ്ടണിലെ ഒരു ഉന്നത US ഉദ്യോഗസ്ഥൻ അബുദാബി നേതൃത്വത്തോട് പോയി അത് പിടിച്ചെടുക്കൂ എന്ന് നേരിട്ട് ആവശ്യപ്പെട്ടതായാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ UAEയുടെ സൈന്യത്തെ ഇറാൻ മണ്ണിലേക്ക് ഇറക്കുക എന്ന കുതന്ത്രമാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ പയറ്റുന്നത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം ലാവൻ ദ്വീപ് എന്നത് കേവലം ഒരു മൺതിട്ടയല്ല, മറിച്ച് ഇറാന്റെ വിദേശ നാണ്യ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സായ എണ്ണ കയറ്റുമതിയുടെ കേന്ദ്ര നാഡീവ്യൂഹമാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് ലാവൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ആക്രമണങ്ങളോ നേരിട്ടാൽ പകരം സംവിധാനമായി ടെഹ്റാൻ ഉപയോഗിക്കുന്നത് ഈ ലാവൻ ദ്വീപിനെയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ബാക്കപ്പ് എനർജി ഹബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മേഖലയിലേക്ക് UAE സൈന്യത്തെ അയക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ ഇറാനെ പൂർണ്ണമായി സാമ്പത്തിക ഉപരോധത്തിലാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഈ രഹസ്യ പദ്ധതി UAEയെ സംബന്ധിച്ചിടത്തോളം കടുത്ത ചതിക്കുഴിയാണ് ഒരുക്കുന്നത്. ഇറാനെ പോലെ അത്യാധുനിക മിസൈലുകളും ഡ്രോൺ സാങ്കേതിക വിദ്യയുമുള്ള ഒരു വൻ ശക്തിക്കെതിരെ നേരിട്ടുള്ള സൈനിക അധിനിവേശത്തിന് മുതിർന്നാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക അബുദാബിയും ദുബായിയും ആയിരിക്കും. അമേരിക്കയുടെ വാക്കുകേട്ട് ഇറാൻ ദ്വീപിലേക്ക് സൈന്യത്തെ അയച്ചാൽ ഇറാന്റെ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് UAEയുടെ ആധുനിക നഗരങ്ങളും വിമാനത്താവളങ്ങളും എണ്ണപ്പാടങ്ങളുമായിരിക്കും. ഈ നയതന്ത്ര നീക്കം ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ കൃത്യമായ ഉദാഹരണമാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം ചോര ചിന്തുമ്പോൾ അതിന്റെ ലാഭം കൊയ്യുന്നത് അമേരിക്കൻ ആയുധ കമ്പനികളും അമേരിക്കൻ എണ്ണ കമ്പനികളും മാത്രമായിരിക്കും. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന വ്യാജേന അവരെ ഇറാന് നേരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും അതേസമയം സ്വന്തം സൈന്യത്തെ സുരക്ഷിതമായി മാറ്റി നിർത്തുകയും ചെയ്യുന്ന ട്രംപിന്റെ കച്ചവട കണ്ണുള്ള രാഷ്ട്രീയ ബുദ്ധിയാണ് ഇതിലൂടെ പുറത്താകുന്നത്. ലാവൻ ദ്വീപിന് നേരെ ഉണ്ടാകുന്ന ചെറിയൊരു സൈനിക ചലനം പോലും ആഗോള വിപണിയെ നിമിഷനേരം കൊണ്ട് നിശ്ചലമാക്കാൻ കെൽപ്പുള്ളതാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുന്നതിനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും. ലോകരാജ്യങ്ങൾക്ക് ആകെ ഭീഷണിയാകുന്ന ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് UAE ഈ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇറാൻ ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള ഏതൊരു കടന്നുകയറ്റവും യുദ്ധപ്രഖ്യാപനമായി മാത്രമേ കണക്കാക്കൂ എന്ന് ടെഹ്റാൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. UAEയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായാൽ അത് കേവലം ഒരു അതിർത്തി തർക്കത്തിൽ ഒതുങ്ങില്ല, മറിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന വലിയൊരു പ്രാദേശിക യുദ്ധമായി അത് പടർന്നു പിടിക്കും. അമേരിക്കയുടെ ഈ യുദ്ധക്കൊതി ഗൾഫ് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏൽപ്പിക്കുന്നത്. അടുത്ത കാലത്തായി ചൈനയുടെയും റഷ്യയുടെയും മധ്യസ്ഥതയിൽ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങിയിരുന്നു. എന്നാൽ മേഖലയിൽ വീണ്ടും അസ്ഥിരത പടർത്തി തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. ടെലിഗ്രാഫിന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കൻ ഭരണകൂടത്തോടുള്ള വിശ്വാസ്യതയ്ക്ക് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. തങ്ങളെ കേവലം കരുക്കളാക്കി മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന ഈ കളികൾ സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് UAE ഭരണാധികാരികൾ തിരിച്ചറിയുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ഗോ ടേക്ക് ഇറ്റ് എന്ന ആഹ്വാനത്തോട് UAE എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ വരും ദിനങ്ങളിലെ ഭാവി.